Good morning all. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബയോ-സാവാർട്ട്സ് ലോ ആണ്. ഓക്കെ, ബയോ-സാവാർട്ട്സ് ലോ നിങ്ങൾ +2 പഠിച്ചതാണ്. അപ്പം അതിന് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോവാണ്. അതായത് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് സംഭവം, ഇക്വേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. ഓക്കെ, ബയോ-സാവാർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഇതാണ്. നമ്മുടെ അടുത്ത് ഒരു കറന്റ് ക്യാരിങ് വയർ ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന, ഈ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന ഒരു വയർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ആ വയറിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസിൽ, ഇതുപോലെ ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്, പി എന്ന് പറഞ്ഞ്. ഓക്കെ, ആ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഒരു ഫോർമുലയാണ് ശരിക്കും ബയോ-സാവാർട്ട്സ് ലോ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇത് നമ്മളൊരു പർട്ടിക്കുലർ രൂപത്തിലാണ് ചെയ്യുന്നത്. ഇപ്പം കറന്റ് ക്യാരിങ് കറന്റ് ക്യാരിഡ് ബൈ ദി വയർ എന്ന് പറയുന്നത് എത്രയാണ്? ഐ ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരു സെഗ്മെന്റ്, ചെറിയൊരു സെഗ്മെന്റ് എടുക്കുക, ഡി എൽ എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്. ഓക്കെ, ഇതിന്റെ ചെറിയൊരു സെഗ്മെന്റ്. ഈ സെഗ്മെന്റിൽ നിന്നുമാണ് ശരിക്ക് ആർ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നുണ്ട്, ഡി എല്ലിന്റെ ഡയറക്ഷനും അങ്ങോട്ടേക്ക് തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഡി എല്ലും ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ത്? തീറ്റ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ബയോ-സാവാർട്ട്സ് ലോ പറയുന്നത് ഇങ്ങനെയാണ്: ദ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ സെഗ്മെന്റ് ഡി എൽ ഓഫ് ദി കറന്റ് ക്യാരിങ് വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി, അല്ലെ, ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ സെഗ്മെന്റ് dl, അതുപോലെ ദ കറന്റ് ഫ്ലോൺ ത്രൂ ദി കണ്ടക്ടർ, അല്ലെ, അത് എത്രയാണ്? I, ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ dl ആൻഡ് r. എന്ത് വരും? സൈൻ തീറ്റ എന്ന് വരും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ dl ആൻഡ് p, അല്ലെ? ഇതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ പറയാം? ബയോ-സാവാർട്ട്സ് ലോ states that the small magnetic field due to a small segment dl on a current carrying wire having current I, then the magnetic field at distance p is given by, is proportional to I into dl sin theta by r square. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, എന്ത്? This magnetic field is proportional to the current, this magnetic field is proportional to the length of the segment dl, and this magnetic field is proportional to the sine of the angle between dl and r, and is inversely proportional to the square of the distance between them എന്ന് പറയാം, അല്ലേ? ഇനി അതിന്റെ പൂർണ്ണ രൂപം എങ്ങനെ നോക്കും? ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻക്ലൂഡ് ചെയ്താൽ db equal to mu0 by 4 pi I dl sin theta by r square എന്ന് പറയും, അല്ലെ? ഇതാണ് എന്ത്? ബയോ-സാവാർട്ട്സ് ലോ എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ എൻറ്റയർ വയർ ക്യാൻ ബി ഗിവൺ ആസ് b equal to ഇന്റഗ്രൽ db എന്ന് പറയാം, അല്ലെ? നമുക്ക് mu0 by 4 pi ഇന്റഗ്രൽ I dl sin theta by r square എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ dl sin theta എന്ന് പറഞ്ഞാൽ can be written as dl sin theta can be written as dl cross r cap, where r cap is a unit vector along r, അല്ലേ? അപ്പൊ dl cross r എന്ന് പറഞ്ഞാൽ dl ന്റെ ഡയറക്ഷൻ കിട്ടേക്കാം, r ന്റെ ഡയറക്ഷൻ കിട്ടേക്കാം. അപ്പൊ dl cross r എന്ന് പറഞ്ഞാൽ എന്താ? dl cross r ന്റെ എക്സ്പ്രഷൻ എന്താ? dl into 1 into sin theta. അതാണ് r cap ന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ, യൂണിറ്റ് വെക്ടർ അല്ലേ? It can be given as dl sin theta. അപ്പോൾ dl cross r എന്ന് എഴുതാം. അതുകൊണ്ട് the magnetic field B can be written as, it is always a vector, mu0 by 4 pi integral I into dl cross r cap by r square എന്ന് പറയാം. ഇതൊരു രൂപമാണ്. ഇനി ഇതിന്റെ കേസിൽ, സ്റ്റഡി കറന്റ് കേസിൽ I can be taken out. അപ്പൊ എങ്ങനെ എഴുതാം? B equal to mu0 I by 4 pi integral dl cross r cap by r square എന്ന് എഴുതാം. ഇത് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. അതുപോലെ from this diagram it is clear that dl and I are along the same direction.
അല്ലെ? ഡി എല്ലും ഐയും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ബി ക്യാൻ ആൾസോ ബി റിട്ടൺ ആസ് μ0 by 4 pi integral I cross r cap by r square into dl എന്നും പറയാം. ഈ ഫോർമാറ്റ് ഉപയോഗിക്കാറുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഡി എൽ അതുപോലെ ഐ രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. ഡി എൽ മുകളിലേക്കാണ്, ഐയും ഒരേ ഡയറക്ഷനിലാണ്. അപ്പം ഡി എൽ ക്രോസ് ആർ എന്ന് പറയുന്നത് ഐ ക്രോസ് ആർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അല്ലെ? ബിക്കോസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഐ ആൻഡ് ആർ ഈസ് തീറ്റ as well as the angle between dl and r is theta. So it can be written as in this way as well അല്ലെ? അപ്പൊ അതാണ് ബയോ-സാവാർട്ട്സ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബയോ-സാവാർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്യാനുണ്ട്. സാധാരണയായിട്ട് എസ്സേ വരാറുള്ളത് പിന്നെ ബയോ-സാവാർട്ട്സ് ലോ ചോദിക്കും, അതിന്റെ കൂടെ ഈ ഒരു പ്രോബ്ലം ചോദിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഓക്കെ, ഞാനത് പറഞ്ഞിരുന്നു ഇമ്പോർട്ടന്റ് പോർഷൻസിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താ ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് z വെർട്ടിക്കലി അബവ് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഇറ്റ് ഈസ് ക്യാരിയിങ് എ കറന്റ് I. ഓക്കെ, അതിന്റെ വെർട്ടിക്കലി അബവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റിൽ z ഡിസ്റ്റൻസിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താണ്. നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസാ. ഒരു കറന്റ് ക്യാരിയിങ് വയർ ഉണ്ട്, അതിൽ നിന്നും z ഡിസ്റ്റൻസ് വെർട്ടിക്കലി അബവ് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഫീൽഡ് കാണാനാണ് നമ്മോട് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു ലെങ്ത് എലിമെന്റ് ഡി എൽ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ഇവിടെ ഡി എൽ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ഉണ്ടെന്ന് കരുതുക. ആ സെഗ്മെന്റിൽ നിന്നും ഉള്ള ഒരു പോയിന്റ് ആണിത് അല്ലെ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ലൈൻ വരക്കാം അല്ലെ? ഇപ്പൊ എന്തായി? ഇതൊരു കറന്റ് ക്യാരിയിങ് വയർ, ഒരു സെഗ്മെന്റ് ഡി എൽ, അതിൽ നിന്നും ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് അല്ലെ? ഇനി ഇവിടെയുള്ള ഫീൽഡാണ് നമുക്ക് കാണാനല്ലേ അല്ലെ? ഇപ്പൊ നോക്കാം, പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കാം. കറന്റ് പോകുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഡി എൽ പോകുന്നത് ഇങ്ങനെയാണ് അല്ലെ? അങ്ങോട്ടേക്കാണ്. ഇനി ഈ പോയിന്റ് ഇവിടെയാണ്, അപ്പൊ ഇങ്ങോട്ടേക്ക് ആർ പോകുന്നത് ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ബയോ-സാവാർട്ട്സ് ലോ എന്താണ്? ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എൽ ഐ ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ. ഇപ്പം ആംഗിൾ ബിറ്റ്വീൻ ഡി എൽ ആൻഡ് ആർ എന്ന് പറയുന്നത് ഏതാണ് ശരിക്കും? ഇതാണ് ഡി എൽ, ഇതാണ് ആർ. അപ്പൊ ഇതാണ് നമ്മുടെ ആംഗിൾ. പലരും പെട്ടെന്ന് ഇത് എഴുതാറുണ്ട്, ഇതല്ല ആംഗിൾ. And in this particular case, I am taking this angle as phi. Phi എന്നെടുത്തു ഞാൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പം എനിക്ക് എന്ത് ചെയ്താം? അക്കോർഡിംഗ് ടു ബയോ-സാവാർട്ട്സ് ലോ ബി ഈക്വൽ ടു μ0 I by 4 pi integral dl cross r cap by r square എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് എടുക്കുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ കേസിൽ dl cross r cap എന്ന് പറഞ്ഞാൽ എന്താണ്? dl into 1 into sin phi എന്ന് എഴുതാം അല്ലേ? sin phi എന്നല്ലേ വരിക, കാരണം phi is the angle between dl and r അല്ലേ? ഇനി നോക്കാം, ഈ ആംഗിൾ, ഈ വരുന്ന ആംഗിൾ ബിറ്റ്വീൻ z and r, അത് ഞാൻ തീറ്റ എന്ന് എടുത്തു. ഓക്കെ, I took the angle between z and r as theta. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ? അങ്ങനെയാണ് ചെയ്ത് എന്താവും? ഈ ആംഗിള് 90 മൈനസ് തീറ്റ എന്നാവും അല്ലേ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഫൈ എന്താവും? 90 പ്ലസ് തീറ്റ എന്നാവും അല്ലേ? ആംഗിൾ ഫൈ ഈക്വൽ ടു 90 പ്ലസ് തീറ്റ എന്നാവും. ക്ലിയർ ആയല്ലോ? ഈ ആംഗിൾ തീറ്റ നിർത്തും, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതെന്താവും? 90 മൈനസ് തീറ്റ, കാരണം ടോട്ടൽ എന്തായിരിക്കണം? 180 ആയിരിക്കണം. ഇത് 90 മൈനസ് തീറ്റ വെച്ചാൽ ഇതെന്താവും? 90 പ്ലസ് തീറ്റ ആവും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയത് ഫൈ ഈക്വൽ ടു 90 പ്ലസ് തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് dl sin 90 പ്ലസ് തീറ്റ. ഇനി sin 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ ആണ്. ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dl cos തീറ്റ അല്ലേ? Therefore I will get b equal to μ0 by 4 pi integral dl cos theta by r square. കിട്ടില്ലേ?
ഇനി ഇവിടെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എൽ ആണ്, ഡി എൽ ആണ്. അതിന് നമുക്ക് തീറ്റന്റെ ടേംസിലാക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഫ്രം ദിസ് ട്രയാങ്കിൾ, ദിസ് പെർട്ടിക്കുലർ ട്രയാങ്കിൾ ഐ ക്യാൻ റൈറ്റ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡിസ്റ്റൻസ് എടുത്തിട്ടില്ല അല്ലേ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ സെഗ്മെന്റ് ഡി എല്ലിലേക്ക് ഡിസ്റ്റൻസ്, അത് ഞാൻ എൽ എന്ന്. ഓക്കെ, ഈ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും സെഗ്മെന്റ് ഡി എല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എൽ ബൈ സെഡ് ആണ് അല്ലെ. ടാൻ തീറ്റ ഈക്വൽ ടു എൽ ബൈ സെഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എൽ ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ഡി എൽ ആ വേണ്ടേ, ഇതിനകത്ത് ഡി എൽ അല്ലേ അല്ലെ. വി ഹാവ് ടു ചേഞ്ച് ഡി എൽ ഇൻ ടു ഡി തീറ്റ അല്ലെ. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആക്കി മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് ടോട്ടലി എന്ത് കിട്ടും, ഡി എൽ ഈക്വൽ ടു സെഡ് ഇൻറ്റു ടാൻ തീറ്റന്റെ ഡിഫറൻഷ്യൽ എന്താ, സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും അല്ലെ. ഡി എൽ ഈക്വൽ ടു സെഡ് ഇൻറ്റു സിക്സ് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന് വരും. അല്ലെങ്കിൽ ഡി എൽ ഈക്വൽ ടു സെഡ് ഡി തീറ്റ, സിക്സ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബൈ കോസ് സ്ക്വയർ തീറ്റ ആണ് അല്ലെ. ഡി എൽ ഈക്വൽ ടു സെഡ് ഡി തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അതുപോലെ തന്നെ ഇപ്പൊ ഡി എൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയി. അതുപോലെ ഈ ട്രയാങ്കിളിൽ നിന്നും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പൊ സെഡ് ബൈ ആർ എന്ന് വരും അല്ലെ. സെഡ് ബൈ ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് കോസ് തീറ്റ എല്ലാം എടുക്കുന്നത് അതിനകത്ത് നിന്ന് ആർ എടുക്കുകയാണ്. ഫോർ ആർ ഈക്വൽ ടു എന്താ വരിക, സെഡ് ബൈ കോസ് തീറ്റ എന്ന് വരും അല്ലെ. ആർ ഈക്വൽ ടു സെഡ് ബൈ കോസ് തീറ്റ എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കാം. എന്തൊക്കെ, ഒന്ന് ഡി എല്ലിന് പകരം സെഡ് ഡി തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ, ഒന്ന് ആറിന് പകരം സെഡ് ബൈ കോസ് തീറ്റ എന്ന് കൊടുക്കുക. അപ്പൊ ഈക്വേഷൻ എന്താവും, ബി ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ ഇന്റഗ്രൽ ഡി എല്ലിന് പകരം സെഡ് ഡി തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. ഇനി ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയറിന് എന്ത് കൊടുക്കണം, സെഡ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ എന്ത് വരും, സെഡ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലെ. അപ്പൊ ഈ കോസ് സ്ക്വയർ തീറ്റയും കട്ട് ചെയ്ത് പോയി. അതുപോലെ ഇവിടെ സെഡ് കട്ട് ചെയ്ത് പോയി. ബാക്കി ഐ ഗെറ്റ് ബി ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ. ഞാൻ ഇടയ്ക്കൊരു ഐ വിട്ടു പോയിട്ടുണ്ട് അല്ലെ, ഇവിടെ ഒരു ഐ പോയിട്ടുണ്ട്. മ്യൂ 0 ഐ ബൈ 4 പൈ ഉണ്ട് അല്ലെ. ഓക്കെ, മ്യൂ 0 ഐ ബൈ 4 പൈ ഇന്റഗ്രൽ. ഇനി എന്താ കോസ് തീറ്റ ഡി തീറ്റ ബൈ സെഡ് എന്ന് വരും അല്ലെ. കോസ് തീറ്റ ഡി തീറ്റ ബൈ സെഡ് എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നോക്കുക, ഇപ്പം ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റയായി അല്ലെ. നമ്മള് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇപ്പൊ ഇന്റഗ്രൽ ഡി തീറ്റ എന്നായി. അപ്പം വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. തീറ്റന്റെ വേരിയേഷൻ എങ്ങോട്ടാണ് അല്ലെ. ഇതെന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എന്താണ്, ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് വയർ ആണ് അല്ലെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് തീറ്റയുടെ ടേംസിലാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടും വേരിയും, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വേരിയും അല്ലെ. അപ്പം ഈ ഒന്നാമത്തെ ടിപ്പും അതുപോലെ ഈ പോയിന്റും തമ്മിലുള്ള ആംഗിള് ഇത് ഞാൻ ജോയിൻ ചെയ്തു. അതുപോലെ ഇതാണ് രണ്ടാമത്തെ എൻഡ് പോയിന്റ്, ഇതും അതുപോലെ ഈ പോയിന്റ് ഞാൻ ജോയിൻ ചെയ്തു. ഈ ആംഗിളിനെ ഞാൻ തീറ്റ 1 എന്ന് വിളിച്ചു. ഓക്കെ, അതുപോലെ ഈ ആംഗിളിനെ, ഏത് ആംഗിളിനെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടേക്കുള്ള ഇത് ജോയിൻ ചെയ്യുന്ന ആംഗിളിനെ ഞാൻ തീറ്റ 2 എന്ന് വിളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും തീറ്റയുടെ വേരിയേഷൻ എങ്ങോട്ടാണ്, തീറ്റ 1 ടു തീറ്റ 2 ആണ് അല്ലെ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ സെഡ് ആൻഡ് ആർ അല്ലെ. അപ്പൊ സെഡ് ആൻഡ് ആർ എങ്ങോട്ടാ വരിക, ഈ എൻഡിലേക്ക് തീറ്റ 1, ഈ എൻഡിലേക്ക് തീറ്റ 2. അപ്പൊ വേരിയേഷൻ തീറ്റ 1 ടു തീറ്റ 2 ആണ് അല്ലെ. ഇപ്പൊ ഇത് നമ്മുടെ കേസിൽ എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ്, ഇതാണ് തീറ്റ അല്ലെ. ഇനി ആ എൻഡ് പോയിന്റിലാകുമ്പോൾ ഇങ്ങനെയാവും അല്ലെ, അതുപോലെ ഇങ്ങോട്ടാകുമ്പോൾ ഇങ്ങനെയാവും. നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് എന്ത് കൊടുക്കാം, തീറ്റ 1 ടു തീറ്റ 2 കൊടുക്കാം. അപ്പൊ എന്ത് വരും, ബി ഈക്വൽ ടു മ്യൂ 0 ഐ ബൈ 4 പൈ. ഈ സെഡിനെ എങ്ങോട്ടേക്ക് എടുക്കാം, ഇന്റഗ്രൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് സൈൻ തീറ്റ എന്നാണ് അല്ല, സൈൻ തീറ്റ എന്നാണ് അല്ലെ. ഇന്റഗ്രൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്നാണ്.
limit theta 1 to theta 2. അല്ലേ? Therefore our answer will be b equal to mu 0 I by 4 pi z into sin theta 2 minus sin theta 1. അല്ലേ? mu 0 by 4 pi z into sin theta 2 minus sin theta 1 എന്ന് വരും. അല്ലെ? theta 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിലെ പോയിന്റും നമ്മുടെ പോയിന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെ? ഇസെഡും ഇതാണ് ആറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതുപോലെ theta 2 എന്ന് പറയുന്നത് ഈ എൻഡിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഫൈൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ അറ്റ് എ ഡിസ്റ്റൻസ് z വെർട്ടിക്കലി അബോവ്. ഇപ്പൊ ഇതൊരു ഡെഫിനിറ്റ് ലെങ്ത് ഉള്ള വയറാണ് നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത കേസ്. ഓക്കെ, ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ് എഴുതുക. ഈ വയർ ഇൻഫിനിറ്റ്ലി ലോങ് ആണ് എഴുതുക. അപ്പൊ സ്പെഷ്യൽ കേസ് ആയിട്ട് എഴുതുക മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ അറ്റ് എ ഡിസ്റ്റൻസ് z വെർട്ടിക്കലി അബോവ്. അപ്പൊ ഇതെങ്ങനെ പോവാന്ന് വെച്ചാല് നോക്കുക, നമ്മളെ തീറ്റ ഇതാണ്. തീറ്റ എന്ന് പറയുന്നത് 6 തമ്മിലുള്ള ഡിസ്റ്റൻസാ. അപ്പൊ 6 ഇതങ്ങനെ നീണ്ടു പോവാണ് ഇൻഫിനിറ്റിയിലേക്ക്. അപ്പൊ എന്താവും? തീറ്റ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും അല്ലെ? അത് പറഞ്ഞാൽ തീറ്റ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങനെ കൂടി 45 ഇങ്ങനെ വന്നിട്ട് 60 ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താണ് നമ്മൾ പ്ലസ് π by 2 എന്ന് എടുക്കാം, പ്ലസ് 90 ഡിഗ്രി എടുക്കാം. അതുപോലെ ഇങ്ങോട്ടേക്ക് ഇതൊരു ഇമാജിനേഷൻ ആണ്. ഓക്കെ, ഇനി ഇതിങ്ങനെ ഇൻഫിനിറ്റ്ലി ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, അപ്പൊ തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരിക, ഇങ്ങനെ ഇങ്ങനെ വന്ന് 45 ആവും, 60 ആവും, പിന്നെ ഇങ്ങനെ പോയിട്ട് -90 എന്ന് വരും അല്ലെ? അപ്പം when the wire is infinitely long, then theta 1 becomes minus π by 2 and theta 2 becomes plus π by 2 അല്ലെ? അതിന്റെ ജസ്റ്റിഫിക്കേഷൻ മനസ്സിലായില്ലേ? ഓക്കെ, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ് അല്ലെ? തീറ്റ എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന എങ്ങോട്ടാണ്? തീറ്റ 1 തീറ്റ 2 ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലേക്കുള്ള ആംഗിൾ ആണ്. അപ്പം തീറ്റ 1 ഈ പോയിന്റ് ഇൻഫിനിറ്റിലേക്ക് പോയി എഴുതുക. അപ്പൊ തീറ്റ എങ്ങനെ വരിക? ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ലൈൻ അല്ലേ? അതിങ്ങനെ ഇൻഫിനിറ്റിലേക്ക് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? 90യിലേക്ക്. ഇതിങ്ങനെ -90യിലേക്ക്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ തീറ്റ 2 പകരം പ്ലസ് π by 2 കൊടുക്കാം. അപ്പൊ എന്ത് വരും? b equal to mu 0 by 4 pi z into sin π by 2 അല്ലെ? b equal to mu 0 by 4 pi z into sin π by 2 മൈനസ് പിന്നെ സൈൻ മൈനസ് π by 2 വരും. സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞതാണ് മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പൊ എന്ത് വരും? സൈൻ π by 2 വരും അല്ലെ? സൈൻ ഓഫ് മൈനസ് π by 2 എന്ന് പറഞ്ഞാൽ സൈൻ മൈനസ് സൈൻ π by 2. അപ്പൊ മൈനസും മൈനസും പ്ലസ് ആയി അല്ലെ? അപ്പൊ സൈൻ π by 2 പറഞ്ഞാൽ 1 ആണ്. സൈൻ 90 1 ആണ്. 1 + 1 2 ആണ്. അപ്പൊ എന്ത് വരും? അത് കട്ട് ചെയ്ത് പോയിട്ട് b equal to mu 0 I by 2 pi z എന്ന് വരും അല്ലെ? ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ക്ലിയർ ആണെന്ന് വരുന്നു അല്ലെ? ഓക്കെ അല്ലേ? അപ്പം ഇനി ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ളത് നമ്മൾ എന്ത് ഉപയോഗിക്കുക? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ, അതായത് ഇങ്ങനെ ഒരു വയറിലൂടെ കറണ്ട് പോകുന്നുണ്ടെന്ന് കരുതാം. ഓക്കെ, അപ്പം അതിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വിൽ ഫിക്സ് അവർ തമ്പ് അലോങ് ദി കറന്റ് ഡയറക്ഷൻ, എന്നിട്ട് ദ കേൾ ഫിംഗേഴ്സ് വിൽ ഷോ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? തമ്പ് കറണ്ട് ഒഴുകുന്ന ഡയറക്ഷനിൽ പിടിക്കുക. അപ്പൊ നമ്മുടെ കേൾ ഫിംഗേഴ്സ് വിൽ ഷോ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.